അപ്പോൾ നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ മധുരക്കറിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഈ മധുരക്കറി എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അപ്പം ഞാൻ മധുരപ്പച്ചടിയിലെ മധുരക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കൈതച്ചക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഒരു ചെറിയ കൈതച്ചക്ക. പിന്നെ വേണ്ട ഇതൊരു 200 ഗ്രാം മുന്തിരിങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വേണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങായ ജീരകം അതൊക്കെ മതി, നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ അതൊക്കെ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ മധുരക്കറി ഉണ്ടാക്കാം. നമ്മുടെ മധുരക്കറി വെക്കാനായിട്ടുള്ള പാത്രം ഞാൻ ദാണ്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈതച്ചക്ക ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പൈനാപ്പിൾ വേകാനായിട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് വേകണം. നമ്മുടെ ഈ പൈനാപ്പിൾ ഒന്ന് വേകട്ടെ. അപ്പം നമ്മുടെ അതേ പൈനാപ്പിള് ഒരു പകുതി വെന്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വേകണം. അപ്പം നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിൽ സാധാരണ പൈനാപ്പിൾ നമ്മൾ കുക്കറിൽ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു ശകലമൊക്കെ ഉള്ളത് കൊണ്ട് കുക്കറിൽ വെച്ച് അടിച്ചാൽ നല്ലപോലെ വേകും. പക്ഷെ ഞാൻ കുക്കറിൽ വെച്ചില്ല. ഇത് തന്നെ ഇട്ട് ഈ വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞ് നമുക്ക് അരപ്പും കൂടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ പൈനാപ്പിൾ നല്ലപോലെ വെന്തു. പിന്നെ നമ്മുടെ ശർക്കരയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ മധുരമൊക്കെ റെഡിയാകും. അപ്പോൾ അല്പം കൂടി ഒന്ന് വെള്ളം നമുക്ക് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ പറ്റി വരുന്നുണ്ട്. ഞാൻ തീർത്ത് കുറച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബാക്കിയും കൂടെ വെള്ളം പറ്റി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. വേണ്ട നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിതൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ജീരകപ്പൊടിയാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നമുക്ക് നല്ലതുപോലെ അരയണ്ട. ഇത് നമുക്കൊന്നും ഒരു കറക്കിയാൽ മതി, അല്ലാതെ നല്ലപോലെ അരയണ്ട. നമുക്കൊന്ന് അതൊന്ന് കറക്കിയെടുക്കാം. നമ്മുടെ വേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെയൊന്ന് തിളച്ച് ഇത് നന്നായിട്ട് ഒന്ന് പറ്റി എടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമായി ഉള്ള കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഉപ്പ് കല്ല് ഇട്ട് ശീലമുള്ള കൊണ്ട് ഉപ്പ് കല്ല് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലും ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഇളക്കി ഇത് ബാക്കി കൂടെ പറ്റി നമുക്ക് എടുക്കാം. നമുക്കിത് ബാക്കി കൂടെ പറ്റുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ. വേണ്ട നമ്മുടെ മധുരം കണക്കാക്കി ശർക്കര ചേർത്തോണേ. നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഈ ശർക്കര ഞാൻ ചിരണ്ടി എടുത്ത ശർക്കരയാണ്. അപ്പോൾ ഈ ശർക്കരയൊന്ന് അലക്കണം. വേണം ശർക്കര ഉരുക്കിയിട്ട് വേണേലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുക്കി പിടിക്കാതെ നമ്മൾ നല്ല പോലെ ഇളക്കി ഈ ശർക്കര ഉരുക്കി ഇതിൻ്റെ കൂടെ ചേരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതിന് തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും കൂടെ വേണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഓണസദ്യയുടെ നമ്മുടെ കൂട്ടുകറി 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളും ശർക്കരയും അരപ്പും എല്ലാം നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ സ്റ്റൗ അങ്ങ് ഓഫാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വേണ്ട മുന്തിരിങ്ങ സ്റ്റൗ ഓഫാക്കിയിട്ട് ആണ് മുന്തിരിങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിങ്ങ അപ്പടി വെന്ത് എല്ലാം കുഴഞ്ഞു പോകും. മുന്തിരിങ്ങ മുഴുവനായിട്ട് കിടക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മുന്തിരിങ്ങ അതിനകത്ത് ഇട്ടു. ഇനി നല്ല പോലെ മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടിട്ട് ഇളക്കരുത്. മുന്തിരിങ്ങയൊക്കെ നമുക്ക് മുഴുവനോടെ കിടക്കണം. അപ്പം നമ്മുടെ വേണ്ട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കടുക് കൂടി താളിക്കാം. അപ്പം നമ്മുടെ കടുക് താളിക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. വേണ്ട നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് തന്നെ ഞാനൊരു വത്തലമുളക് ചെറുതായിട്ട് മുറിച്ചതാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള കരിയാപ്പിലയുണ്ട്. നമുക്കിനി നമ്മുടെ മധുരക്കറിയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് മധുരക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഓണസദ്യയുടെ മധുരക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവേ.